അവാർഡിൽ ചില അതിശയങ്ങൾ വന്നു എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നോ അതെയോ എന്തെങ്കിലും? അല്ല, എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ ഇത് എൻ്റെ 8ാമത്തെ സിനിമയാണ്. ഒരു ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ കണ്ടത് ഇതിൻ്റെ റെക്കോർഡിങ്ങിലാണ്. ഈ സിനിമയുടെ ഈ മ്യൂസിക് പാർട്ട് എന്ന് പറയുന്നത് പല ഭാഷയിലുള്ള പാട്ടുകൾ ചേർത്തിട്ടൊക്കെ വെച്ച് അത് എന്നെ കൺസിഡർ ചെയ്യാതെ പോയത് എന്നെക്കുറിച്ച് ആണ് ഞാൻ എൻ്റെ ഖേദം മുഖ്യമായി ഞാൻ പറഞ്ഞത്. കാരണം ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും പെയിൻ നമുക്കറിയാം. എത്രത്തോളം റീവർക്ക് ചെയ്ത ഒരു ഇതിൽ അതാര് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ളതല്ല. പക്ഷേ അത്രയധികം വലിയ ഒരു സ്കോർ കാണാതെ പോയോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മ്യൂസിക് കേരളം മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകൾ ഉള്ള ഒരു സിനിമയാണ്. അത് കാണാതെ പോയോ എന്നുള്ളത് ഒരു വലിയൊരു ലെജൻഡിനെ നമ്മൾ എങ്ങനെ കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അത് ജൂറിയുടെ ഇഷ്ടമാണ്. എൻ്റെ വിഷമം മാത്രമാണ്. എൻ്റെ പരാമർശമല്ല, എൻ്റെ വിഷമമാണ് അതിനെക്കുറിച്ച്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരോടൊപ്പം വർക്ക് എങ്ങനെ ഒരു ബെസ്റ്റ് ഡയറക്ടറാകുന്നത് അവരുടെ എല്ലാം വർക്കുകൾ ബെസ്റ്റ് ആകുമ്പോഴാണ് അല്ലേ. ഫോട്ടോഗ്രാഫി ബെസ്റ്റ് ആകുന്നതും എല്ലാം നമ്മൾ പറയുന്ന ഫ്രെയിം, നമ്മൾ പറയുന്ന മൂഡ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ സൗണ്ടിങ്, ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ അത്തരം രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയയോടാണ് എൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. അതുമാത്രമാണ്, അതാണ് എനിക്ക് വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം.